Hi dears, today's topic area and perimeter of shapes. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2D ഷേപ്സ് ആയിട്ടുള്ള സ്ക്വയർ, റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ ആൻഡ് സർക്കിൾ ഈ 4 ഷേപ്സിൻ്റെയും ഏരിയ ആൻഡ് പെരിമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷനും അതിൻ്റെ ഒരു എക്സാമ്പിൾ പ്രോബ്ലംസും ആണ്. ഓക്കെ, അപ്പോൾ ഏരിയ ആൻഡ് പെരിമീറ്റർ ഈ ഒരു കൺസെപ്റ്റിന് നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് ഒരുപാട് കണക്ഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ, അഗ്രികൾച്ചർ, ലാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ളതിൽ, ഡെക്കറേഷൻസ്, അങ്ങനെ ഒരുപാട് മേഖലകളിൽ ഈ ഏരിയ ആൻഡ് പെരിമീറ്ററിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏരിയ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഷേപ്പിൻ്റെ ബൗണ്ടറിക്ക്, ഈ ഒരു ബൗണ്ടറിക്ക് അകത്ത് വരുന്ന ഈ ഒരു സ്പേസിനെയാണ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഷേപ്പിൻ്റെ ബൗണ്ടറിക്ക് അകത്ത് വരുന്ന ഈ സ്പേസാണ് ഏരിയ. ഇനി പെരിമീറ്റർ എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പിൻ്റെ ഈ ചുറ്റുമുള്ള ബൗണ്ടറി ഉണ്ടല്ലോ, ഈ ബൗണ്ടറീൻ്റെ ടോട്ടൽ ലെങ്ത്തിനെയാണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ചുറ്റുമുള്ള ഈ ബൗണ്ടറി ലൈനിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഫസ്റ്റ് വൺ സ്ക്വയറിൻ്റെ സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്ക്വയർ ഒരു 4 സൈഡഡ് ക്ലോസ്ഡ് ഫിഗറാണ്. പിന്നെന്താ, ഇതിൻ്റെ 4 സൈഡ്സും ഈക്വൽ ലെങ്ത്താണ്. ഓക്കെ, അപ്പോൾ നോക്കുക, ഞാനിവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. 4 സൈഡ്സും ഈക്വൽ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ 4 സൈഡും ഈക്വലാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ചുറ്റുമുള്ള അളവാണ്. അപ്പോൾ എ പ്ലസ് എ എത്ര ടൈംസ് വന്നു? 4 ടൈംസ്. അപ്പോൾ 4a. ഓക്കെ, ഈ എക്ക് പകരം ഞാൻ എസ് കൊടുക്കുകയാണെന്ന് വെച്ചാൽ എന്താവും? 4s എന്നാവും ഇക്വേഷൻ. അപ്പോൾ സ്ക്വയറിൻ്റെ പെരിമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷനാണ് 4a അല്ലെങ്കിൽ 4s എന്ന് നമുക്ക് കൊടുക്കാം. അതായത് ആ 4 സൈഡ്സിൻ്റെയും വാല്യൂസ് പ്ലസ് ചെയ്താൽ നമുക്കതിൻ്റെ പെരിമീറ്റർ കിട്ടും. ഇനി ഏരിയ എന്ന് പറയുന്നത് ഈ ഫിഗറിൻ്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്കറിയാം ഇതിൻ്റെ 4 സൈഡ്സും ഈക്വലാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എല്ലാം എന്താണ്? എ എന്നാണ്. അപ്പോൾ നമുക്ക് എ ഇൻറ്റു എ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് കൊടുക്കാം. ഇനി ഞാൻ എക്ക് പകരം എസ് ആണെങ്കിൽ എന്താവും? എസ് ഇൻറ്റു എസ് സ്ക്വയർ എന്നാവും ഏരിയ. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ക്വയറിൻ്റെ പെരിമീറ്ററും ഏരിയയും ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ. ഇനി നെക്സ്റ്റ് ഫിഗർ റെക്റ്റാങ്കിളിന് എന്താണ്? റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് ഈക്വൽ അല്ലേ? റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ഇൻ ലെങ്ത് ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് പെരിമീറ്റർ എന്ന് പറയുന്നത് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഷേപ്പിൻ്റെ ബൗണ്ടറിയുടെ ടോട്ടൽ മെഷർമെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഈ പിക്ചറിൽ ഞാൻ എന്താണ് ഓപ്പോസിറ്റ് സൈഡ്സിനെ ലെങ്ത്ത് കൂടുതലുള്ളതിനെ ബി എന്നും ഡിനോട്ട് ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ലെങ്ത്തിന് എ എന്നും ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇത് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇക്വേഷനിലുള്ളതുപോലെ എൽ എന്നും ബി എന്നും കൊടുക്കാം. ഓക്കെ, ഈ ബി എന്ന് പറയുന്നത് അതായത് ലോങ്ങസ്റ്റ് ലെങ്ത്തിനെ എൽ എന്നും ഷോർട്ടസ്റ്റ് ലെങ്ത്തിനെ ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വിഡ്ത്ത് എന്നും റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ബ്രെഡ്ത്തിൽ ബി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇത് എല്, ഇത് ബി, ഇവിടെയും എല്, ഇവിടെ ബി. അപ്പോൾ പെരിമീറ്റർ എന്താണ്? എൽ പ്ലസ് ബി. ഓക്കെ, ഇവിടെ എത്ര ടൈംസ് വന്നിട്ടുണ്ട്? എല് 2 ടൈംസ് എല് വന്നിട്ടുണ്ട്, പ്ലസ് 2 ടൈംസ് ബി വന്നിട്ടുണ്ട്. ഈ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് എന്താണ്? 2 കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ 2ന് ഞാൻ കോമൺ ആയിട്ട് എഴുതിയിട്ട് ബ്രാക്കറ്റിനകത്ത് ഇവിടെ ബി ആണ് കേട്ടോ, എൽ പ്ലസ് ബി. ഓക്കെ, അപ്പോൾ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിളിൻ്റെ ഇക്വേഷൻ 2 ഇൻറ്റു എൽ പ്ലസ് ബി എന്നാണ്. ഈ എൽ പ്ലസ് ബിക്ക് പകരം ഈ പിക്ചറിൽ എന്താണ്? എയും ബിയും ആണ്. അപ്പോൾ 2 ഇൻറ്റു എ പ്ലസ് ബി എന്നാവും ഇക്വേഷൻ. ഓക്കെ, ആ ലെങ്ത്തും ബ്രെഡ്ത്തും നമ്മൾ ഏത് ലെറ്റർ കൊണ്ടാണോ ഡിനോട്ട് ചെയ്യണത് അതിൽ വരുന്ന വ്യത്യാസമാണ്. ഓക്കെ, ഇനി പെരിമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എന്താ പറഞ്ഞത്? ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി ഇൻറ്റു ചെയ്യാം. ഓക്കെ, ലെങ്ത്തും ബ്രെഡ്ത്തും എയും ബിയും ഡിനോട്ട് ചെയ്താൽ എ ഇൻറ്റു ബി എന്നാവും. ഇവിടെ എല്ലും ബിയും എടുത്തെന്ന് വെച്ചാൽ എൽ ഇൻറ്റു ബി ആവും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇനി ട്രയാങ്കിൾ എന്താണ്? ഒരു 3 സൈഡഡ് ഫിഗറാണ്. ഓക്കെ, 3 സൈഡഡ് ഫിഗറാണ്. ഇനി
റെക്റ്റാങ്കിളിൻ്റെ നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്പ് പല രീതിയിൽ റെക്റ്റാങ്കിൾസ് വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ടാകും. ഇങ്ങനെ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പിന്നെ എന്താ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്, പിന്നെന്താ ഇങ്ങനെ. അപ്പോൾ ലെങ്ത്ത് ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് സൈസിൽ നമ്മൾ ട്രയാങ്കിൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ബൗണ്ടറി ലൈനിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെയാണ് ട്രയാങ്കിളിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രയാങ്കിളിന് സൈഡ്സിനെ എ ബി സി എന്ന് ഡിനോട്ട് ചെയ്താൽ ഇതിൻ്റെ പെരിമീറ്റർ എന്തായിരിക്കും, എ പ്ലസ് ബി പ്ലസ് സി. ഓക്കെ, ഇങ്ങനെയാണ് പെരിമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു വെർട്ടിക്കൽ ലെങ്ത്ത് അല്ലെങ്കിൽ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ ഈ ഒരു കോർണറിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റ് കോർണറിലേക്കുള്ള ഒരു വെർട്ടിക്കൽ ലെങ്ത്തിനെയാണ് ഈ ട്രയാങ്കിളുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഈ ഒരു വെർട്ടിക്കൽ ലൈൻ തന്നെയാണ് അതിൻ്റെ ഹൈറ്റായിട്ട് പറയുന്നത്. അല്ലാത്ത ട്രയാങ്കിളുടെ കേസിൽ ഈ ഒരു കോർണറിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന വെർട്ടിക്കൽ ലൈൻ, ഇതിൻ്റെ ലെങ്ത്താണ് ആ ട്രയാങ്കിളുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രയാങ്കിളുടെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 1/2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, ബേസ് എന്ന് പറയുന്നത് ഇതാണ്, ഈ ഒരു ലെങ്ത്താണ് ബേസ്, ഇത് ഹൈറ്റ്, പിന്നെ 1/2. ഓക്കെ, ഇതിന് നമുക്ക് ഒന്നുകൂടെ മാറ്റി എഴുതാം, ബി ഇൻറ്റു h/2. ഓക്കെ, ഇങ്ങനെയാണ് ട്രയാങ്കിളുടെ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് സർക്കിൾ എന്താണ്, സർക്കിളിന് പ്രത്യേകിച്ച് സൈഡ്സ് ഒന്നുമില്ല. ഓക്കെ, അതിനൊരു സെൻറ്റർ പോയിൻ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു സർക്കിള്, ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റാണിത്. ഈ സെൻറ്റർ പോയിന്റിൽ നിന്നും സർക്കിളിലേക്ക് വരയ്ക്കുന്ന ഈ ഒരു ലൈന്, ഇത്രയും ഡിസ്റ്റൻസിനെയാണ് ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്, R എന്ന് പറയുന്നത്. ഈ റേഡിയസിനെ ഈ പോയിന്റിൽ നിന്നും വീണ്ടും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ ബാക്കിലേക്ക് ഇങ്ങനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ വീണ്ടും ഇവിടെയും ഒരു റേഡിയസ് ഫോം ചെയ്യുന്നുണ്ട്. നമുക്ക് സെൻറ്റർ പോയിന്റിൽ നിന്നും സർക്കിളിലേക്കുള്ള ലെങ്ത്ത്. അപ്പോൾ ഇവിടെ ഒരു റേഡിയസ് ഉണ്ട്. അപ്പോൾ ഇവിടെ 2 ടൈംസ് റേഡിയസ് വന്നു. ഇങ്ങനെ ഈ സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ കംപ്ലീറ്റ് ആയിട്ട് ഇത്രയും ലെങ്ത്തിൽ വരയ്ക്കുന്ന ഈ ലൈനിനെ പറയുന്ന പേരാണ് ഈ സർക്കിളിൻ്റെ ഡയാമീറ്റർ. ഓക്കെ, ഡയാമീറ്റർ. അപ്പോൾ 2 ടൈംസ് റേഡിയസ് പ്ലസ് ചെയ്തെന്ന് വെച്ചാൽ സർക്കിളിൻ്റെ ഡയാമീറ്റർ കിട്ടും. അപ്പോൾ സർക്കിളിൻ്റെ കേസിൽ നമ്മൾ പെരിമീറ്റർ എന്ന് പറയാറില്ല, സർക്കിളിൻ്റെ കേസിൽ നമ്മൾ സർക്കംഫറൻസ് എന്നാണ് പറയുക. ആ സർക്കിളിൻ്റെ ബൗണ്ടറി ലൈനിൻ്റെ ടോട്ടൽ ലെങ്ത്തിന് സർക്കംഫറൻസ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇവിടെ സർക്കംഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 2πr. ഓക്കെ, ഈ പൈനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് പൈനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ സ്പെല്ലിംഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സർക്കംഫറൻസ് മെഷർ ചെയ്യാനുള്ള ഇക്വേഷനാണ് 2πr. ഓക്കെ, അപ്പോൾ ഇത് നോക്കൂ, ഈ പൈന് ഞാൻ ഇവിടെ എഴുതി, ഈ 2നെ ആറിനെ ഒരുമിച്ച് എഴുതി. അപ്പോൾ ഇതിനർത്ഥം എന്താണ്, 2r, 2 r ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു സർക്കിളിൽ ഇങ്ങനെ 2 r വന്നു എന്ന് വെച്ചാൽ ആ ഒരു ലെങ്ത്തിന് എന്താ ഞാൻ പറഞ്ഞത്, ആ ഒരു ടോട്ടൽ ലെങ്ത്തിന് ഞാൻ പറഞ്ഞതാണ് ഡയാമീറ്റർ അല്ലേ. 2 തവണ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വരച്ചെന്ന് വെച്ചാൽ അത് ഡയാമീറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ വേണമെങ്കിൽ 2πrന് പകരം പൈ ഡി എന്നും എഴുതാം കേട്ടോ. പൈ ഡയാമീറ്റർ അല്ലെങ്കിൽ 2πr എന്നും എഴുതാൻ പറ്റും. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് റേഡിയസിൻ്റെ മെഷർമെൻ്റ് ആണോ തരുന്നത് അല്ലെങ്കിൽ ഡയാമീറ്ററിൻ്റെ മെഷർമെൻ്റ് ആണോ തരുന്നത്, അതിനനുസരിച്ച് നമുക്ക് ഈ ഇക്വേഷനിൽ ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി സർക്കിളിൻ്റെ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഇക്വേഷനാണ് πr². ഓക്കെ, പൈ വാല്യൂ പിന്നെ റേഡിയസിൻ്റെ സ്ക്വയർ വാല്യൂ. ഇതിൽ പൈൻ്റെ ഡെസിമൽ വാല്യൂ ആണ്, അപ്രോക്സിമേറ്റ്ലി ഡെസിമൽ വാല്യൂ ആണ് 3.141 എക്സെട്ര, അങ്ങനെ കുറച്ച് നമ്പേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാൽക്കുലേഷൻസിൽ യൂസ് ചെയ്യുന്ന സമയത്ത് 3.14 അല്ലെങ്കിൽ 141 ഇങ്ങനെ 3 ഡിജിറ്റ് അല്ലെങ്കിൽ 2 ഡിജിറ്റ് പോയിൻറ്റിന് ശേഷം അതാണ് നമ്മൾ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഈ പൈ വാല്യൂവിൻ്റെ ഫ്രാക്ഷൻ വാല്യൂ ആണ് 22/7. ഓക്കെ, കാൽക്കുലേഷനിൽ നമുക്ക് 22/7 എഴുതാം, അല്ലെങ്കിൽ ഈ ഡെസിമൽ പോയിൻ്റുള്ള ഈ വാല്യൂവിലും എഴുതാൻ പറ്റും. ഓക്കെ,
അപ്പോൾ നമുക്കിനി എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മായ ഹാസ് എ സ്ക്വയർ backyard with a side length of 12 meters. She wants to build a rectangular wooden deck in the corner that is 5 meter long and 3 meters wide. ഓക്കെ, അപ്പോൾ ഇതിന് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ദ ബാക്ക്യാർഡ്, പിന്നെ ആഫ്റ്റർ ദ ഡെക്ക് ഈസ് ബിൽഡ് ഹൗ മച്ച് ഗ്രീൻ സ്പേസ് ഈസ് ലെഫ്റ്റ് ഇൻ ദ യാർഡ്. ഓക്കെ, അപ്പോൾ മായയുടെ ബാക്ക്യാർഡ് ബാക്ക്യാർഡിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട്, മുറ്റം. ഓക്കെ, അവരുടെ ഒരു ഗ്രൗണ്ട് വീടിനോട് ചേർന്നിട്ടുള്ളൊരു മുറ്റത്തിൻ്റെ മെഷർമെൻറ്റ് തന്നിട്ടുണ്ട്. ഇതൊരു സ്ക്വയർ ഷേപ്പാണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഹാസ് എ സ്ക്വയർ ബാക്ക്യാർഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്ക്വയർ ഷേപ്പിലുള്ളൊരു ബാക്ക്യാർഡാണ്. അതിൻ്റെ ലെങ്ത്ത് 12 മീറ്റർ ആണ്. അപ്പോൾ 12 മീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാ സൈഡ്സിലും 4 സൈഡ്സിലും 12 മീറ്റർ തന്നെ ആയിരിക്കും. ഈ ബാക്ക്യാർഡിൻ്റെ 4 സൈഡ്സും 12 ആണ്. ഓക്കെ, അപ്പോൾ ഈ ബാക്ക്യാർഡിൻ്റെ ഒരു കോർണറിലായിട്ട് ഒരു റെക്റ്റാങ്കുലർ വുഡൻ ഡെക്ക്, ഒരു ചെറിയൊരു ഷെൽഫ് പോലത്തെ ഒരു ഇതുണ്ടാക്കുകയാണ്, ഒരു വുഡൻ ഡെക്ക് ഉണ്ടാക്കുകയാണ്. അപ്പോൾ റെക്റ്റാങ്കുലർ ഷേപ്പാണ്. ഓക്കെ, ഇവിടെ എങ്ങനെയാണെന്ന് വിചാരിക്കൂ. ഇവിടെ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പ് ഉണ്ടാക്കുകയാണ്. അതിൻ്റെ മെഷർമെൻറ്റ് തന്നിട്ടുണ്ട് 5 മീറ്റർ ലോങ് ആൻഡ് 3 മീറ്റർ വൈഡ്. അപ്പോൾ ഈ ഒരു ലെങ്ത്ത് 5 മീറ്റർ, പിന്നെ ഈ ഒരു ലെങ്ത്ത് 3 മീറ്റർ, 3 മീറ്ററും 5 മീറ്ററും തന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ദ ബാക്ക്യാർഡ്. അപ്പോൾ ടോട്ടൽ ഏരിയ, ബാക്ക്യാർഡ് എന്ത് ഷേപ്പായിരുന്നു, സ്ക്വയർ ഷേപ്പായിരുന്നു. അതിൻ്റെ ഏരിയ, ഇപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു, എ സ്ക്വയർ അല്ലെങ്കിൽ എസ് സ്ക്വയർ അല്ലേ. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ടായിരുന്നു 12 മീറ്റർ ആണെന്നുള്ളത്. അപ്പോൾ 12 സ്ക്വയർ ദാറ്റ് ഈസ് 12 ഇൻറ്റു 12 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 12 ഇൻറ്റു 12 ചെയ്യുമ്പോൾ 144 മീറ്റർ സ്ക്വയർ. ഏരിയയുടെ യൂണിറ്റ് എപ്പോഴും നമ്മൾ സ്ക്വയറിലാണ് എഴുതുക കേട്ടോ. മീറ്റർ സ്ക്വയർ, സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് നമ്മൾ പറയും. പെരിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്റർ, മീറ്റർ അങ്ങനെ എഴുതിയാൽ മതി. ഏരിയ പറയുമ്പോൾ എപ്പോഴും സ്ക്വയർ യൂണിറ്റിലാണ് പറയുക. അതങ്ങനെ പറഞ്ഞു. ഇനി ഈ വുഡൻ ഡെക്ക് ഉണ്ടാക്കിയത്, ബി ക്വസ്റ്റ്യൻ നോക്കൂ. ഈ വുഡൻ ഡെക്ക് ഉണ്ടാക്കിയതിന് ശേഷം ബാക്ക്യാർഡിൽ ഇനി ബാക്കി എത്ര സ്പേസ് ലെഫ്റ്റ് ഉണ്ട്, ബാക്കി ഇനി എത്ര ഉണ്ടെന്ന് ചോദിക്കണത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ബാക്ക്യാർഡിൻ്റെ ടോട്ടൽ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. പിന്നെ അതിന് ശേഷം ഈ വുഡൻ ഡെക്കിൻ്റെ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ വുഡൻ ഡെക്ക് എന്താണ്, റെക്റ്റാങ്കുലർ ഷേപ്പാണ് അല്ലേ. അതിൻ്റെ മെഷർമെൻറ്റ് തന്നിട്ടുണ്ട് 5ഉം 3ഉം. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, L ഇൻറ്റു ബി ആണ്. അപ്പോൾ 5 ഇൻറ്റു 3 ചെയ്യുമ്പോൾ നമുക്ക് 15 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഈ ടോട്ടൽ ബാക്ക്യാർഡിൻ്റെ ഏരിയയിൽ നിന്നും ഈ വുഡൻ ഡെക്കിൻ്റെ മാത്രം ഏരിയ മൈനസ് ചെയ്ത് ബാക്കി ഇനി അവിടെ എത്ര സ്പേസ് ഉണ്ട് എന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് അടുത്ത ബി ക്വസ്റ്റ്യന് ചെയ്തിരിക്കുന്നത്. 144 മൈനസ് 5 ഇൻറ്റു 3. അപ്പോൾ ആൻസർ 129 മീറ്റർ സ്ക്വയർ. ഇത്രയും ഏരിയ ഇനി ബാക്കിയുണ്ട്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. എ സ്കൂൾ ഹാസ് എ സർക്കുലർ റണ്ണിങ് ട്രാക്ക്. ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ of the track to the inside edge is 21 meter. ഓക്കെ, ഒരു സ്കൂളിൽ എന്താണ്, ഒരു സർക്കുലർ ഷേപ്പിലുള്ളൊരു ട്രാക്ക് ഉണ്ട്. അതിൻ്റെ സെൻറ്റർ പോയിന്റിൽ നിന്നും ഈ സർക്കിളിൻ്റെ ഈ ട്രാക്കിൻ്റെ എഡ്ജിലേക്ക് ഈ ഒരു ഡിസ്റ്റൻസ് 21 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ അവർ ബ്രാക്കറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്താണ്, റേഡിയസ് ആണ് കേട്ടോ. ഈ മെഷർമെൻറ്റ് റേഡിയസ് ആണ്. എ ക്വസ്റ്റ്യൻ നോക്കൂ. If an athlete runs 1 full lap around the edge, how far do they run? പിന്നെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് പൈ = 22/7. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു പൈൻ്റെ വാല്യൂ നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് 3.141 ആ ഒരു വാല്യൂ യൂസ് ചെയ്യാറുണ്ട്, 22/7 എന്ന് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു അത്ലറ്റ്
എന്ത് ചെയ്യാണ്, ഈ ഒരു റൗണ്ടിൽ ഒരു 1 ലാപ്പ്, ഈ ഒരു 1 ലാപ്പ് ഒരു തവണ ഫുള്ളായിട്ട് റൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്ന് വെച്ചാൽ എത്ര ദൂരമാണ് അയാൾ റൺ ചെയ്തതെന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതെന്താണ്, സർക്കിളിൻ്റെ സർക്കംഫറൻസ് ആണ്. സർക്കിൾ ഷേപ്പിലുള്ള ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സർക്കംഫറൻസ് ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ സർക്കംഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു പറഞ്ഞത്, 2πr അല്ലേ, 2πr. ഇതിൽ ഇക്വേഷനിലുള്ള 2 ഇട്ട് കൊടുക്കുക, ഇൻറ്റു പൈ വാല്യൂ ഇവിടെ ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 22/7 യൂസ് ചെയ്യാനായിട്ട്. 22/7 ഇൻറ്റു ഇനി എന്താ, 6 റേഡിയസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 21. ഓക്കെ, ഇതിനെ സോൾവ് ചെയ്യുക. നോക്കൂ, ഇവിടെ ഒരു 7ഉം ഇവിടെ 21 ഉണ്ട്. 21ൽ 7 എത്ര ടൈംസ് പോകും, 3 ടൈംസ് പോകും. ഇനി 2 × 22 44, 44 × 3 ചെയ്യുന്ന സമയത്ത് നമുക്ക് 132 എന്ന് കിട്ടും. അപ്പോൾ ആ ഒരു റണ്ണിങ് ട്രാക്കിൻ്റെ ടോട്ടൽ സർക്കംഫറൻസ് എത്രയാണ്, 132 മീറ്ററാണ്. അപ്പോൾ അയാൾ ആ അത്ലറ്റ് വൺ ലാപ്പ് കംപ്ലീറ്റ് ചെയ്തു എന്ന് വെച്ചാൽ അതിനർത്ഥം 132 മീറ്റർ അയാൾ റൺ ചെയ്തു. ഓക്കെ, ഇനി പറയണത് ആ ഒരു സർക്കുലർ റണ്ണിങ് ട്രാക്കിൻ്റെ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറയണത്. ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു നമ്മൾ നോക്കിയത്, πr². ഓക്കെ, ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ πr². അപ്പോൾ പൈയുടെ വാല്യൂ ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട് 22/7 ഇൻറ്റു r², ദാറ്റ് ഈസ് 21². ഓക്കെ, പിന്നെ ഇതിൽ നമ്മൾ 21ൻ്റെ സ്ക്വയർ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിനെ 7 കൊണ്ട് കട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്ത് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന സമയത്ത് 1386 എന്ന് കിട്ടും അതിൻ്റെ ഏരിയ. ഓക്കെ, ഇതിന് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടും, ഈ ഒരു വാല്യൂയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഈ ഇക്വേഷൻസ്, ഏരിയയും പെരിമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻസും പഠിക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻ വരുന്നതിനനുസരിച്ച് ആ വാല്യൂസ് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. ഇനി നോക്കൂ, തേർഡ് ക്വസ്റ്റ്യൻ. എ ഷെഫ് ഹാസ് എ റെക്ടാങ്കുലർ പീസ് ഓഫ് artisanal bread that is 10 cm wide and 12 cm long. He cuts the bread diagonally from one corner to the opposite corner to make 2 equal triangular sandwich. ഒരു ഷെഫിൻ്റെ കയ്യിൽ ഒരു റെക്ടാങ്കുലർ ഷേപ്പിലൊരു സാൻഡ്വിച്ച് ഉണ്ട്. ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ സാൻഡ്വിച്ചിനെ ഡയഗണലി കട്ട് ചെയ്തിട്ട് 2 പീസാക്കി മാറ്റി. അപ്പോൾ ഡയഗണലി പറയുമ്പോൾ ഇങ്ങനെ ഓപ്പോസിറ്റ് കോർണറിലേക്ക് ഇങ്ങനെ മുറിക്കുമ്പോൾ 2 പീസായി. ഇത് 1, ഇത് 2, ഈ 2 പീസായി മാറി. അപ്പോൾ നോക്കൂ, ആ ഓരോ പീസും എന്ത് ഷേപ്പിലാണ്, ട്രയാങ്കിൾ ഷേപ്പിലാണ് അല്ലേ. അപ്പോൾ 2 ഈക്വൽ ട്രയാങ്കുലർ സാൻഡ്വിച്ചായി മാറി എന്നാണ് പറയണത്. വാട്ട് വാസ് ദ ഏരിയ ഓഫ് ദ ഒറിജിനൽ റെക്ടാങ്കുലർ ബ്രെഡ്. അപ്പോൾ ഓൾറെഡി പറയുന്നുണ്ടായിരുന്നു ആ റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഈ ബ്രെഡിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്ത് ദാറ്റ് ഈസ് വൈഡ് എത്രയാണെന്ന് പറയണ്ടായിരുന്നു. ഇവിടെ 10 ആണ്, ഇത് 10 ആണ്, ഇവിടെ 12 ആണ്. ഓക്കെ, അപ്പോൾ റെക്ടാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്കറിയാം 10ഉം 12ഉം ആണ്. അപ്പോൾ എ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ഏരിയ ഓഫ് ദ ഒറിജിനൽ റെക്ടാങ്കുലർ ബ്രെഡ്. അപ്പോൾ L × B ദാറ്റ് ഈസ് 10 × 12 ചെയ്യുമ്പോൾ 120 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി സെക്കൻഡ് വണ്ണിൽ ആ 2 ഈക്വൽ ട്രയാങ്കുലർ സാൻഡ്വിച്ച് ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ട്രയാങ്കുലർ സാൻഡ്വിച്ചിൻ്റെ ഏരിയ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്തായിരുന്നു പറഞ്ഞത്, B × H/2. ഓക്കെ, അപ്പോൾ ഈ ഒരു നോക്കൂ, ഈ ഫസ്റ്റ് വൺ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഈ താഴത്തെയാണ്. അവിടുത്തെ ലെങ്ത് എത്രയാണ്, ഇത് റെക്റ്റാങ്കിൾ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഇവിടെ 10 ആണെങ്കിൽ ഈ താഴെയും 10 ആയിരിക്കും. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ട്രയാങ്കിളുടെ ബേസ് 10, ഇതൊരു റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിളാണ് ഇവിടെ ഫോം ആയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഹൈറ്റ് 12 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 10 × 12/2. ഓക്കെ, ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, 120/2 ദാറ്റ് ഈസ് 60. ഓക്കെ, 60 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ഇതിൻ്റെ ഏരിയ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് 2D ഷേപ്സ്, എസ്പെഷ്യലി സ്ക്വയർ, റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ ആൻഡ് സർക്കിൾ. അപ്പോൾ ഈ 4 ഷേപ്സിൻ്റെ ഏരിയയും പെരിമീറ്ററും ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ നോക്കി അതുമായി റിലേറ്റഡ് ആയിട്ട്
ഓരോ വേർഡ് പ്രോബ്ലവും നമ്മൾ നോക്കി. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചിട്ട് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലത്തിനനുസരിച്ചിട്ട് അതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.